കൊടും വേനലിൽ ഏലച്ചെടികളാകെ കരിഞ്ഞുണങ്ങി നശിച്ചത് വിനോദിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കൃഷി നശിച്ചെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായി വേനൽ മഴ ലഭിച്ചതോടെ കരിഞ്ഞുണങ്ങിയ ഏലച്ചെടികൾ വീണ്ടും വളരുമെന്ന പ്രതീക്ഷയിലാണ് വിനോദ് ഏലത്തോട്ടത്തിലെത്തിയത്. വീണുകിടക്കുന്ന ഏലത്തട്ടകളിൽ കൂണുകൾ വളർന്ന കാഴ്ചയാണ് വിനോദ് കണ്ടത്. ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 2 ഏലച്ചൂട് ഉണങ്ങിപ്പോയതിൻ്റെ അതിൻ്റെ ഓരോ തട്ടയ്ക്കും ഓരോ കൂണ് വീഴുന്ന പോലെ ഉണ്ടാകുന്ന കണ്ടു. അപ്പോൾ അത് ആദ്യം കുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വിടർന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെറിയ ചെറിയ മുട്ടകളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതങ്ങനെ അങ്ങ് ഏറെക്കുറെ ഒരു 10 ദിവസം കൊണ്ടാണ് ഇത്രയൊന്ന് ആയത്. ചെറു കൂണുകൾ പിന്നീട് ഭീമൻ കൂണുകളായി മാറി. നശിച്ച ഏലത്തണ്ടിൽ നിന്ന് വളർന്നു പൊങ്ങിയ കൂണുകൾ കാണാൻ ഇപ്പോൾ വിനോദിന്റെ കൃഷിയിടത്തിൽ നിരവധി ആളുകളാണ് എത്തുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. ഇത് വല്ലാത്തൊരു, ഞാൻ ഒരുപാട് കൂണുകൾ പറിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇതുപോലെ ഒരു കൂണ് പറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ 3 പേര് കൂടി, ഞങ്ങൾ സാമാന്യം നല്ല ആരോഗ്യമുള്ള ആൾക്കാർ, എന്നിട്ട് പോലും പൊക്കാൻ പറ്റിയില്ല. ഞാൻ ആദ്യം കാണുമത്. വരൾച്ച തകർത്ത കൃഷിയെ വീണ്ടെടുക്കാൻ മണ്ണ് നൽകിയ ഒരു കരുത്തായാണ് വിനോദ് ഈ കൂണുകളെ കാണുന്നത്. മഴയെത്തിയതോടെ വീണ്ടും കൃഷിയിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിനോദ് ഇപ്പോൾ. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷയുണ്ട് നമുക്കിപ്പോൾ. നന്ദുഷ, ഇതൊരു ഇങ്ങനെ അല്ലേ കൂണുകൾ കൂട്ടമായിട്ടുണ്ടാകുന്ന കണ്ടിട്ടില്ല. അല്ലാതെ കൂണൊക്കെ നമ്മൾ പറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിക്കാൻ പറ്റുന്ന ഇനത്തിൽപ്പെടുന്നത് തന്നെയാണോ? ഇനിയും കൂടുതൽ ഉണ്ടാവുന്നുണ്ടോ? ഇടുക്കി നരിയമ്പാറ സ്വദേശിയായിട്ടുള്ള വിനോദിന്റെ ഏലത്തോട്ടത്തിലാണ് ഇത്തരത്തിലൊരു കൗതുക കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ വേനൽ കുറച്ചധികം കടുത്തതിനാൽ ഈ വലിയ എസ്റ്റേറ്റുകളിൽ ഒഴികെയുള്ള ചെറുകിട കർഷകരുടെ എല്ലാ ഏലച്ചെടികൾ നശിച്ചു പോയിരുന്നു. വേനലിൽ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലായിരുന്നു മിക്ക ഏലത്തോട്ടങ്ങളും. ചെറുകിട കർഷകരുടെ വലിയ എസ്റ്റേറ്റുകളിൽ ജലസേചനത്തിനായി പ്രത്യേക സൗകര്യങ്ങളൊക്കെ തന്നെ വലിയ സമ്പത്തുള്ളതിനാൽ അവർ ക്രമീകരിച്ചിരുന്നു. എന്നാൽ ചെറിയ കർഷകർക്കൊന്നും അത്തരത്തിലുള്ളൊരു സംവിധാനം ക്രമീകരിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. അത്തരത്തിലൊരു കർഷകനായിരുന്നു നമ്മുടെ വിനോദ്. അപ്പോൾ വിനോദിൻ്റെ കൃഷിയിടത്തിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ വിനോദിന് അതിയായ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന വേനൽ മഴയിൽ ഈ ഏലച്ചെടികൾ വീണ്ടും തളർക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു വിനോദ്. വേനൽ മഴ വന്നു. വിനോദ് ഓരോ മഴ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസവും പുലർച്ചെ ഏലത്തോട്ടത്തിലെത്തി ഏതെങ്കിലും ഏലച്ചെടികൾ നിവർന്നിട്ടുണ്ടോ, വീണ്ടും നാമ്പ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുമായിരുന്നു. അങ്ങനെ പരിശോധിക്കാനെത്തിയ ഒരു ദിവസമാണ് വിനോദ് സ്വന്തം ഏലത്തോട്ടത്തിൽ ഒരു ചെറിയ കൂണുകൾ മുള പൊട്ടിയതായി കാണുന്നത്. അതിനുശേഷം പിന്നീട് ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം വിനോദ് വന്നപ്പോൾ കാണുന്ന കാഴ്ച വളരെ അതിശയകരമായിരുന്നു. ഈ കൂണുകളൊക്കെ തന്നെ വളരെ ഭീമമായ ഒരു വളരെ വലിപ്പത്തിൽ ഇത് വളർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് വിനോദ് കണ്ടത്. അതോടെ വിനോദിന് വളരെയധികം സന്തോഷമായി. ഈ കൂണുകളൊന്നും സാമ്പത്തികമായി അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കാൻ ഉതകുന്നതല്ലെങ്കിൽ പോലും മണ്ണിൽ നിന്നും വീണ്ടും ജീവനുകൾ അല്ലെങ്കിൽ കൃഷി വീണ്ടും നടത്താനുള്ള ഒരു ശേഷി വീണ്ടും ആ മണ്ണിനുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഈ കൂണുകൾ വളർന്നതോടെ വിനോദിനുണ്ടായി. പിന്നീട് പരിസരവാസികളൊക്കെ തന്നെ ഈ ഭീമൻ കൂണ് കാണാനായി എത്തി. ഏതായാലും ഈ വലിയ മാനസിക വിഷമത്തിലിരിക്കുന്ന ആ കർഷകന് ചെറിയൊരു ആശ്വാസമായിരുന്നു ഈ വലിയ ഭീമൻ കൂണുകൾ സ്വന്തം കൃഷിയിടത്തിൽ വളർന്നതിലൂടെ സമ്മാനിച്ചത്. ശരി നന്ദുഷ, എന്തായാലും അദ്ദേഹം സ്റ്റോറിയിലൊക്കെ പറഞ്ഞ പോലെ ഇതൊരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹമായോ ആശ്വാസമൊക്കെ ആയിട്ടാണ് അദ്ദേഹം കാണുന്നതെന്നാണ്